ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് 4ാമത്തെ പാഠമാണ് നോക്കാൻ പോകുന്നത്. ജന്തുലോകം, സസ്യലോകത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഈ പാഠത്തിൽ ജന്തുലോകത്തിനെ കുറിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചുറ്റുപാടും നിരീക്ഷിച്ചാൽ വ്യത്യസ്തമായ ഘടനകളോടും രൂപങ്ങളോടും കൂടിയ നിരവധി ജീവികൾ നമുക്ക് ദർശിക്കാനാകും. ഏകദേശം 1 ദശലക്ഷത്തോളം ജീവിവർഗങ്ങളെ ശാസ്ത്രലോകം ഇതുവരെ വിശദീകരിച്ചിട്ടുണ്ട്. അത് കാരണം അതിൻ്റെ വർഗീകരണത്തിൻ്റെ ആവശ്യകത ഏറുന്നു. അപ്പോൾ ജീവിവർഗത്തിൻ്റെ ക്രമീകരണത്തെ സ്ഥാനം നിർണ്ണയിക്കുന്ന വർഗീകരണ ശാസ്ത്രം നമ്മളെ സഹായിക്കും. വർഗീകരണത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് നോക്കാം. വിവിധ ജന്തുക്കളുടെ ഘടനയും രൂപവും വ്യത്യസ്തമാണെങ്കിലും അവയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിലും സാദൃശ്യം കണ്ടെത്താനാകും. അപ്പോൾ കോശങ്ങളുടെ ക്രമീകരണം, സമമിതി, അതായത് സിമെട്രീനെയാണ് സമമിതി എന്ന് പറയുന്നത്. പിന്നെ സീലത്തിൻ്റെ പ്രത്യേകത, ദഹനേന്ദ്രിയ വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുടെ ഘടന, ഇതിനൊക്കെ സവിശേഷതകളായിട്ടാണ് ജന്തുക്കളെ വർഗീകരിക്കുന്ന അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിട്ടാണ്? കോശങ്ങളുടെ ക്രമീകരണം, സമമിതി, ശീലത്തിൻ്റെ പ്രത്യേകത, ദഹനേന്ദ്രിയത്തിൻ്റെ വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുടെ ഘടനയൊക്കെ നോക്കിയിട്ട് ഇനി ജീവികളിലെ ഘടനാതലങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ജന്തുലോകത്തിലെ ഈ പറഞ്ഞ എല്ലാ ജീവികളിലും ബഹുകോശ ജീവികളാണെങ്കിലും കോശങ്ങളുടെ രൂപീകരണത്തിൽ ഇവ ഒരേ ക്രമം കാണിക്കുന്നില്ല. ഉദാഹരണമായി സ്പോഞ്ചുകൾ സംയോജിതമല്ലാത്ത കോശ സമൂഹങ്ങൾ ചേർന്നുണ്ടാവുകയാണ്. എങ്ങനെയാണ് സ്പോഞ്ചുകൾ ഉണ്ടായിരിക്കുന്നത്? സംയോജിതമല്ലാത്ത കോശ സമൂഹങ്ങൾ ചേർന്നതിനാൽ ഇവയെ കോശതലത്തിലുള്ള ജീവികളെന്ന് വിളിക്കാം. അതായത് സെല്ലുലാർ ലെവൽ കോശതലത്തിലുള്ള ജീവികളെന്ന സ്പോഞ്ചസ്. അതിൽ കോശങ്ങൾക്കിടയിൽ ചെറിയ തോതിലുള്ള ധർമ്മ വിഭജനങ്ങൾ, അതായത് ഡിവിഷൻ ഓഫ് ലേബർ, ധർമ്മ വിഭജനങ്ങൾ കാണാൻ പറ്റും. സിലിണ്ടറേറ്റുകളിൽ കോശക്രമീകരണം കുറേ കൂടി സങ്കീർണമാണ്. അപ്പോൾ ഓരോ ധർമ്മ നിർമ്മാണത്തിനും വെവ്വേറെ കോശവിഭാഗങ്ങളുടെ പ്രത്യേക തരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊള്ളുന്ന കോശ സമൂഹത്തെയാണ് കല എന്ന് പറയുന്നത്. ഒരു പ്രത്യേക തരം ധർമ്മം അത് നിർവഹിക്കുന്നതിന് വേണ്ടി ഉൾക്കൊള്ളുന്ന ഒരു കോശ സമൂഹത്തിനെ കല എന്ന് പറയുന്നു. വിവിധ കലകൾ ഉപയോഗിച്ചിട്ടാണ് സിലിണ്ടറേറ്റുകൾ ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അതിനാൽ ഇവയെ കലാതലത്തിലുള്ള ജീവികളായിട്ട് കരുതപ്പെടുന്നു. പരന്ന വിരകൾ ഉൾപ്പെടെയുള്ള പ്ലാറ്റിഹെൽമിന്തസിനും മറ്റ് ഉയർന്ന ഫൈലങ്ങളിലും കുറേ കൂടി സങ്കീർണ ഘടനയാണുള്ളത്. ഇവയിൽ വിവിധ കലകൾ ഒന്നിച്ചു ചേർത്ത് അവയവങ്ങളായി രൂപം പ്രാപിച്ചിരിക്കുന്നു. ഇത്തരം ജീവികൾ അവയവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ശരീരധർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഈ അവയവ തലത്തിലെത്തിയ ജീവികൾ, അപ്പോൾ അവയെ എന്താ പറയുക, അവയവ തലത്തിലെത്തിയ ജീവികൾ എന്നറിയപ്പെടുന്നു. അനിലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കനോഡെർമേറ്റ, കോർഡേറ്റ എന്നീ ഫൈലങ്ങളിൽ പെടുന്ന ജന്തുക്കളിൽ വിവിധ അവയവങ്ങൾ ഒന്നിച്ചു ചേർന്ന് അവയവ്യവസ്ഥകളായി തീരുന്നു. ഈ ജീവികളിൽ ഓരോ ധർമ്മം നിർവഹിക്കാൻ പ്രത്യേക വ്യവസ്ഥകളുണ്ട്. ഇത്തരം ജീവികളാണ് അവയവ വ്യവസ്ഥാ തലത്തിലുള്ള ജീവികൾ. അപ്പോൾ അവയവ തലജീവികൾ, കലാതലത്തിലുള്ള ജീവികൾ, കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. വിവിധ ജീവിഭാഗങ്ങളുടെ അവയവ്യവസ്ഥകൾ വ്യത്യസ്തമായ സങ്കീർണതകളാണ് കാണിക്കുന്നത്. ഉദാഹരണമായിട്ട് പ്ലാറ്റിഹെൽമിന്തസിലെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ പുറത്തേക്കൊരു ദ്വാരം മാത്രമേ ഉള്ളൂ. ഇത് തന്നെ വായ, മലദ്വാരം എന്നിവയായിട്ട് പ്രവർത്തിക്കുന്നു. ഇത്തരം ദഹനേന്ദ്രിയ വ്യവസ്ഥകളെ അപൂർണ ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്നറിയപ്പെടുന്നു. എന്നാൽ അനിലിഡുകൾ മുതൽ ഉയർന്ന ഘടനാതലത്തിലുള്ള ജീവികൾ, ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് വായ, മലദ്വാരം എന്നീ 2 ദ്വാരങ്ങളുണ്ടായിരിക്കും. ആദ്യം പ്ലാറ്റിഹെൽമിന്തസിൽ 2ഉം ഒന്നാണെങ്കിൽ വീണ്ടും അനിലിഡയിലേക്ക് വരുമ്പോൾ ഇത് 2ഉം വേറെ വേറെയായിട്ട് കാണപ്പെടുന്നു. ഇത്തരം ദഹനേന്ദ്രിയ വ്യവസ്ഥ പൂർണ്ണ ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്നറിയപ്പെടുന്നു. ഇതുപോലെ രക്തപര്യന വ്യവസ്ഥയും 2 തരമുണ്ട്. തുറന്ന രക്തപര്യനും അടഞ്ഞ രക്തപര്യനും. തുറന്ന് കിടക്കുന്ന, അതായത് ഓപ്പൺ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം ശരീരറകളിൽ നിറയുന്നു. ശരീരകോശങ്ങളും കലകളും ഇതിൽ നിമഗ്നമായിരിക്കും. അതായത് വെറുതെ രക്തം നിറഞ്ഞു നിൽക്കുകയാണ്. അടഞ്ഞ പര്യന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരം വ്യാസവും വലുപ്പവുമുള്ള രക്തക്കുഴലുകളായ ധമനികൾ, സിരകൾ, ലോമികകൾ ഇവയൊക്കെ ഇതിലൂടെ മാത്രമേ രക്തം ഒഴുകുള്ളൂ. അതാണ് ക്ലോസ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി സമമിതി എന്താണെന്ന് നമുക്ക് നോക്കാം. ജന്തുക്കളെ സമമിതി അനുസരിച്ച് വിവിധ ഭാഗങ്ങളായി തിരിക്കാം. ഉദാഹരണങ്ങളിൽ സ്പോഞ്ചുകളിൽ ശരീരകേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു തലത്തിലും ശരീരത്തെ തുല്യഭാഗങ്ങളായി വിഭജിക്കാൻ കഴിയുന്നില്ല. ഇത്തരം സമമിതിയെ അസമമിതി എന്ന് പറയുന്നു. അസമമിതി എന്നാണ് പറയുന്നത്. ഒരു അസിമെട്രി, അസമമിതി. അതായത് അവയെ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചില ഫൈലങ്ങളിലെ ജന്തുക്കളിൽ ശരീരങ്ങളിലെ കേന്ദ്ര അക്ഷത്തിലൂടെ പോകുന്ന ഏത് തലത്തിലും ശരീരത്തെ 2 തുല്യഭാഗങ്ങളാക്കാൻ കഴിയുന്നതിന് പറയുന്നതാണ് വ്യാസാർദ്ധ സമമിതി. വ്യാസാർദ്ധ സമമിതി എന്ന് പറയുന്നത്, അതായത് റേഡിയൽ സിമെട്രി, വ്യാസാർദ്ധ
സമമിതി. ഉദാഹരണമായി സിലിൻഡ്രേറ്റ, ടീനോഫോറ, എക്കനോഡെർമേറ്റ. ഇതിലൊക്കെ വ്യാസാർദ്ധ സമമിതിയാണ്. എന്നാൽ ചില ജന്തുക്കളിൽ ശരീരത്തിൻ്റെ മധ്യാർദ്ധ ലംബതലത്തിലൂടെ കടന്നു പോകുന്ന ഒരു തലം ശരീരത്തിന് ഇടതും വലതുമായി 2 സമഭാഗങ്ങളിൽ വിഭജിക്കുന്നു. ഇത്തരം സമമിതിയാണ് ദ്വിപാർശ്വ സമമിതി എന്ന് പറയുന്നത്. അതായത് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയാം. ഉദാഹരണമായിട്ട് അനിലിഡ, ആർത്രോപോഡ മുതലായവ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വ്യാസാർദ്ധ സമമിതി കാണിച്ചിട്ടുണ്ട്, അതുപോലെ ദ്വിപാർശ്വ സമമിതി ഇവയൊക്കെ അതിലായിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അടുത്തത് ത്രിബ്ലാസ്റ്റിക ഘടനാതലങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ചില ജന്തുക്കളിൽ ശരീരകോശങ്ങൾ ഉരുത്തിരിയുന്നത് 2 നിര ഭ്രൂണപാളികളിൽ നിന്നാണ്. ഇവയെ ദ്വിബ്ലാസ്റ്റിക ജന്തുക്കൾ എന്ന് പറയുന്നു. 2 നിര ഭ്രൂണപാളികളുണ്ട്. എംബ്രിയോണിക് ലെയർ 2 ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ ദ്വിബ്ലാസ്റ്റിക, ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ബാഹ്യഭ്രൂണപാളിയെ ബാഹ്യപാളി എന്നും ഉള്ളിലെ പാളിയെ ആന്തരപാളി എന്നും പറയുന്നു. 2 പാളികൾക്കിടയിലുള്ള ജെല്ലി പോലെയുള്ള പദാർത്ഥത്തെ മധ്യജെല്ലി എന്ന് പറയുന്നത് മീസോഗ്ലിയ. ചില ജന്തുക്കളിൽ ബാഹ്യ ആന്തരപാളികൾക്കിടയിൽ മൂന്നാമതൊരു മധ്യപാളി കൂടി കാണപ്പെടുന്നു. ഇത്തരം ജന്തുക്കളെ ത്രിബ്ലാസ്റ്റിക ജന്തുക്കൾ എന്ന് പറയും. ഉദാഹരണം പ്ലാറ്റിഹെൽമിന്തസ് മുതൽ കോർഡേറ്റ വരെയുള്ള ഫൈലങ്ങൾ. പരന്ന വിരകൾ മുതൽ കോർഡേറ്റകൾ വരെ, അത് കശേരുകൾ വരെയുള്ള ഫൈലങ്ങളെയാണ് പറയുന്നത്. ഇനി സീലം നമുക്ക് നോക്കാം. ബാഹ്യഭ്രൂണപാളിയാൽ നിർമ്മിതമായ ശരീരഭിത്തിക്കും ആന്തരഭ്രൂണപാളിയാൽ നിർമ്മിതമായ അന്നപഥത്തിനുമിടയിൽ മധ്യഭ്രൂണപാളിയാൽ വലയം ചെയ്യപ്പെട്ട ശരീര അറയ്ക്ക് സീലം എന്ന് പറയാം. ജന്തുക്കളുടെ വർഗീകരണത്തിൽ ഈ അറയുടെ സാന്നിധ്യവും അസാന്നിധ്യവും ഏറെ പ്രാധാന്യം അറിയിക്കുന്നു. സീലം എന്ന് പറയുമ്പോൾ ബാഹ്യഭ്രൂണപാളിയാൽ നിർമ്മിതമായ ശരീരപാളി, അതുപോലെ ആന്തരപാളി നിർമ്മിതമായിട്ടുള്ള അന്നപഥത്തിനിടയിലാണ് ഭ്രൂണപാളിയിൽ വലയം ചെയ്യപ്പെട്ടുള്ള സീലം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സീലം കാണപ്പെടുന്ന ജന്തുക്കളെ എന്തെന്ന് പറയും? സീലോമിക ജീവികൾ എന്ന് പറയും. ഉദാഹരണം അനിലിഡ, മൊളസ്ക, ആർത്രോപോഡ, എക്കനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. എന്നാൽ ചില ജന്തുക്കളിൽ ശരീര അറ മധ്യപാളികളാൽ ചുറ്റപ്പെട്ടതല്ല. ബാഹ്യ ആന്തരഭ്രൂണപാളികൾക്കിടയിൽ മധ്യപാളികൾ നിർമ്മിതമായ ചെറുസഞ്ചികൾ ചിതറിക്കിടക്കുന്ന പോലെ കാണാം. ഇവയെ കപട സീലോമേറ്റുകൾ എന്ന് പറയാം. ശരീരാറകളെ കപട സീലം എന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള ജന്തുക്കളെ കപട സീലോമേറ്റുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഉദാഹരണം ഏതൊക്കെയാണ്? ഹെൽമിന്തസുകളും അതുപോലെ അല്ലെങ്കിൽ ഉരുണ്ട വിരകളൊക്കെ ഇതിൽ പെടുകയാണ്. പ്ലാറ്റിഹെൽമിന്തസ് പോലുള്ള ജീവികൾ ശരീരം തന്നെ കാണപ്പെടില്ല. അപ്പോൾ ഇതിനെ അസീലോമേറ്റ് അല്ലെങ്കിൽ അസീലോമിക ജീവികൾ എന്ന് വിളിക്കുന്നു. ഇനി വിഖണ്ഡനാവസ്ഥ എന്ന് പറഞ്ഞ സംഭവമാണ്. സെഗ്മെൻറ്റേഷൻ ശരീരത്തിൻ്റെ അനവധി തുല്യഘട്ടങ്ങളായി ഭാഗിക്കപ്പെടുന്നവയാണ് ഓരോ ശരീരത്തിൽ, അഥവാ ഖണ്ഡനം. മെറ്റാമിയർ എന്ന് പറയുന്നു. ഓരോ ശരീരഖണ്ഡത്തിലും ചില അവയവങ്ങളുടെ ആവർത്തനം കാണാം. ഈ പ്രതിഭാസത്തെ വിഖണ്ഡനം എന്ന് പറയും. ഉദാഹരണമായി മണ്ണിരയിൽ ഈ രീതിയിൽ ശരീരം തുല്യഖണ്ഡങ്ങൾ ചേർന്നാണ് ഉണ്ടാവുന്നത്. ഇനി കശേരു, അതായത് ഓട്ടോകോഡ്. കശേരു എന്ന് പറഞ്ഞാൽ ചില ജീവികളുടെ ഭ്രൂണവികാസ സമയത്ത് മുതുക് ഭാഗത്തായിട്ട് മധ്യഭ്രൂണത്തിൻ്റെ പാളിയിൽ രൂപപ്പെടുന്ന ദണ്ഡാകൃതിയിലുള്ള അവയവം കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കശേരു എന്നാണ് പറയുന്നത്. കശേരുവുള്ള ജന്തുക്കളെ കോർഡേറ്റകൾ അല്ലെങ്കിൽ കശേരുകൾ എന്നും ഇല്ലാത്തവയെ നോൺ കോർഡേറ്റുകൾ എന്നും വിളിക്കുന്നു. പോരിഫെറ മുതൽ എക്കനോഡെർമേറ്റ വരെയുള്ള നോൺ കോർഡേറ്റുകളാണ്. പോരിഫെറ തൊട്ട് എക്കനോഡെർമേറ്റ നോൺ കോർഡേറ്റുകൾ. അതായത് എന്താ? അകേശരുകളാണ്. അകേശരുകൾ അതായത് എന്തില്ല അവയ്ക്ക്? പ്രാക്കശേരു എന്ന് പറഞ്ഞ ഭാഗമില്ല. ഇനി നമുക്ക് ജന്തുക്കളുടെ വർഗീകരണം ജസ്റ്റ് നോക്കാം. അതിൽ നമുക്ക് അറിയാം ഇതിൻ്റെ ജന്തുക്കളുടെ വിശാല വർഗീകരണമാണ് ശരിക്കും വരുന്നത്. സ്വഭാവ സവിശേഷം നോക്കിയിട്ട് ഘടനാതലങ്ങൾ അനിമേലിയ വരും ബഹുകോശ ജീവികളെ നമുക്കറിയാം. അപ്പോൾ അതിൽ ഘടനാതലത്തിൽ കോശീയ തലത്തിൽ പോരിഫെറ മാത്രമേ ഉള്ളൂ. കലാവയവം അവയവവ്യവസ്ഥയിൽ വ്യാസാർദ്ധ സമസ്ഥിതി കാണിക്കുന്നത് സീലൻഡ്രേറ്റിയം, അതുപോലെ തന്നെ ടീനോഫോറാണ്. ദ്വിപാർശ്വ സമമിതി കാണിക്കുന്നത് ആരാണ്? സീലം ഇല്ലാത്ത പ്ലാറ്റിഹെൽമിന്തസ്, അതുപോലെ അസൽമിന്തസ്, അനിലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ ഒക്കെ ദ്വിപാർശ്വസ്ഥിതി. അപ്പോൾ അതിൽ വ്യാസാർദ്ധ സമമിതി കാണിക്കുന്നത് സീലൻഡ്രേറ്റ് ടീനോഫോറ മാത്രമാണ്. സീലം ഇല്ലാത്ത സീലോമിക ജീവികളിൽ പ്ലാറ്റിഹെൽമിന്തസ് മാത്രമേ വിടുന്നുള്ളൂ. പിന്നെ കപട സീലോമിക ജീവികളിൽ അസൽമിന്തസും, സീലോമിക ജീവികളെ ബാക്കിയെല്ലാം വരുന്നത് അനിലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കനോഡെർമേറ്റ ഒക്കെ വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഫൈലം പോരിഫെറ.
ഫൈലം പോരിഫെറയിൽ അല്ലെങ്കിൽ സുഷിരജീവികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഫൈലത്തിലെ അംഗങ്ങളെ പൊതുവെ സ്പോഞ്ചുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രാചീന ബഹുകോശങ്ങളും അതുപോലെ കോശീയ തരത്തിലുള്ളവയാണ് പൂർണ്ണവളർച്ചയിലെ സ്പോഞ്ചുകൾ സാധാരണയായിട്ട് പാറകളിലും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളിലും പറ്റിപ്പിടിച്ച് വളരുന്നവയാണ്. അപ്പോൾ സ്പോഞ്ചുകൾ പൊതുവെ സമുദ്രജീവികളാണ്. ഏതാനും ചില ജാതീയ ശുദ്ധജലത്തിൽ വരുന്നു. ഇവ അസംമിതി കാണിക്കുന്നു. അപ്പോൾ എന്താണ്? അസിമെട്രിയാണ് കാണിക്കുന്നത്. പോരിഫെറയുടെ ശരീരത്തിൽ ഒരു നീർച്ചാല് വ്യവസ്ഥയുണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ എന്ത് കാണിക്കും? ഈ രന്ധത്തിൽ കൂടി ജലം ജീവിയുടെ സ്പോഞ്ചിൽ നിന്ന് ഉള്ളറിയിൽ പ്രവേശിക്കും. അകത്ത് പ്രവേശിച്ച ജലം ഓസ്കുലം എന്ന ബഹിർഗമന രന്ധ്രം വഴി പുറത്തു കടക്കും. ഈ നീർച്ചാൽ വ്യവസ്ഥ ആഹാര സമ്പാദനത്തിനും ശ്വസനവാതക വിനിമയത്തിനും കൂടാതെ വിസർജനത്തിനും സ്പോഞ്ചുകളെ സഹായിക്കുന്നു. കോവാനോ കോശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കോശങ്ങളുണ്ട്, അല്ലെങ്കിൽ കോളർ കോശങ്ങൾ എന്നാണ് അതിന് പറയാം. ഈ കോശങ്ങൾ സ്പോഞ്ചോസിയിലും നീർച്ചാൽ വ്യവസ്ഥയും ചുറ്റപ്പെട്ടിരിക്കുന്നു. കോശാന്തര ദഹനമാണ് ഇവയ്ക്കുള്ളത്. ശരീരത്തിൻ്റെ ആകൃതി നിലനിർത്താൻ സ്പോഞ്ചുകൾക്ക് ഒരു ചട്ടക്കൂടുണ്ട്. ചെറുമുള്ളുകളുടെ രൂപത്തിലുള്ള കാൽസ്യം കാർബണേറ്റ് കൊണ്ടോ പരസ്പരം യോജിച്ച സ്പോഞ്ചിൻ എന്ന മാംസതന്തുക്കൾ കൊണ്ടോ ഇവ നിർമ്മിച്ചിരിക്കുന്നു. ഇവയിൽ ആൺ പെൺ ജീവികൾ വെവ്വേറെ കാണപ്പെടുന്നില്ല. അതിനെയാണ് ഉഭയലിംഗജീവി എന്നറിയപ്പെടുന്നത്. അതായത് അണ്ഡങ്ങളും പുംബീജവും ഒരേ ജീവി തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പോൾ സ്പോഞ്ചുകളുടെ അലൈംഗിക പ്രത്യുൽപാദനം ഖണ്ഡനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം ബീജകോശങ്ങൾ വഴിയും നടക്കുന്നു. ബീജസംയോജം ശരീരത്തിനുള്ളിൽ വെച്ച് നടക്കുന്നതിനാൽ ആന്തരബീജ സംയോഗം എന്നറിയപ്പെടുന്നു. ഭ്രൂണവികാസം പരോക്ഷമായി നടക്കുന്നു. അപ്പോൾ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളൊക്കെ മാതാവിൽ നിന്ന് വിഭിന്ന ബാഹ്യാകാരമുള്ളവയാണ്. ഇവയെ ലാർവകൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം സൈക്കൺ, അതുപോലെ സ്പോഞ്ചില്ല, ശുദ്ധജല സ്പോഞ്ച്, യൂസ്പോഞ്ചിയ. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? നമ്മുടെ പോരിഫെറ എന്നുള്ള വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇനി അടുത്ത ഫലം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.